മഹേഷേ, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. എന്നാലേ കല്യാണ പെണ്ണിനെയും കല്യാണ ചെക്കനെയും വരെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്, ശ്രീ ഷാലു പെയ്യാട്. ചേട്ടാ, വെൽക്കം ടു അവർ ഷോ. സുഖമായിട്ടിരിക്കുന്നു? സുഖം നന്നായിട്ടിരിക്കുന്നു. ഓണ സമയമാണ്, ഒത്തിരി വർക്കൊക്കെ കിട്ടുന്ന ഒരു ടൈമാണ്. ബിസി ആയിരുന്നു? അതെ, ഈ ചിങ്ങമാസം എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർമാരുടെ മാസമാണ് ശരിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയതാണ്. അതെ. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് അപ്പോൾ ഒരു കോൺവെർസേഷൻ നടത്തുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഫസ്റ്റ് ടൈം അല്ല കാണുന്നത്. ഇതിനു മുന്നേ ഒരു വർഷം മുന്നേ സണ്ണി ലിയോൺ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് ഹയാത്തിൽ വെച്ചിട്ട് ഞാൻ വെൽക്കം ഗേൾസിൽ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെ ഇതല്ലേ ഷാലു പെയ്യാട് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത്, നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ആളല്ലേ എന്ന് പറയും. പക്ഷെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു കോൺവെർസേഷന് ഒരു അവസരം ഉണ്ടാകുമെന്ന് വിചാരിച്ചതേ ഇല്ല. എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ അത് നടന്നു. ഓക്കെ, അപ്പോൾ ഷാലു പെയ്യാട് എന്നൊരു വ്യക്തിയുടെ എനിക്കറിയേണ്ടത് ആ ഒരു ഫോട്ടോഗ്രാഫി ജേണി എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്? എനിക്ക് കുഞ്ഞിലെ മുതലേ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ആവണമെന്നൊരു ആഗ്രഹത്തിൽ തുടങ്ങിയതാണോ, അതോ സാഹചര്യം മൂലം ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയിപ്പോയി പിന്നെ അതിനോട് ഇഷ്ടം തോന്നി, അങ്ങനെയായിരുന്നു? എനിക്ക് ഇങ്ങനെ ഈ ഫോട്ടോഗ്രാഫിയോട് അങ്ങനെ വലിയ കമ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ വീട്ടിലെ ഒരു ജോലി എന്നൊരു സാധനത്തിലൊന്നും ആദ്യം വന്നില്ല. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ ദാരിദ്ര്യമൊക്കെ ആയിരുന്നു. അപ്പോഴും ആ സമയത്ത് ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടികൾ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോയ്ക്ക് ലൈറ്റ് അടിക്കാൻ പോകുമായിരുന്നു, കല്യാണ വീടുകളിൽ. അങ്ങനെ വീഡിയോയ്ക്ക് ലൈറ്റ് അടിക്കാൻ പോയി എന്നെ ഒരു ചേട്ടൻ വിളിച്ച് അങ്ങനെ സിനിമയിലോട്ട് ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് അങ്ങനെ ചെന്നൈയിലായിരുന്നു ആദ്യം തുടക്കം. സാഹചര്യം മൂലം ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു. പിന്നെ അത് ഇഷ്ടപ്പെട്ടു. അല്ല, വലിയൊരു കാര്യം വെച്ചാൽ നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസവും, നമുക്ക് ഇഷ്ടപ്പെടാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോർ പരിപാടിയായിരിക്കും. അപ്പം ഞാനിപ്പം ഈ ജോലി എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി, അങ്ങനെ ഞാൻ ഇത് ജോലിയായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഭയങ്കര പാഷനോ അങ്ങനെ ഒരു ജോലി. പിന്നെ ഇതിൽ നമ്മൾ എന്ത് സംഭവം നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിനോട് ഓട്ടോമാറ്റിക്കലി ഒരു ഇഷ്ടം വരും. ചേട്ടാ, കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഫോട്ടോഗ്രാഫർ 6 മണിക്കൂറിനുള്ളിൽ വെഡ്ഡിങ് ആൽബം ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? നമ്മൾ ചിലപ്പോൾ ചേട്ടൻ്റെ വീഡിയോസിൻ്റെ അടുത്തുള്ള കമൻറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്നത് 2 വർഷമായിട്ട് 4 വർഷമായിട്ട് കല്യാണ ആൽബം കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ഈ 6 മണിക്കൂറിനുള്ളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? അല്ല, ഇതിൽ ഒരു കാര്യമുണ്ട്. നമുക്ക് എന്ത് ജോലിയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ പാലമൊക്കെ നിർമ്മിക്കണില്ലേ? അതെ. ഇവിടെ 6 വർഷം കഴിഞ്ഞാലും ഒരു പാലം നിർമ്മിക്കാൻ പറ്റില്ല. പക്ഷേ ആ പാലം 6 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ അല്ലേ. ഇപ്പം തന്നെ നമ്മളിപ്പോൾ വയനാട് ഒറ്റ ദിവസം കൊണ്ടല്ലേ ഒരു പാലം ഉണ്ടാക്കിയത്. അത്രയേ ഉള്ളൂ. ഏത് ജോലിയും ഭയങ്കര സംഭവമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവവും, എന്നാൽ അത് നമ്മൾ ജോലിയാണ്, അത് നമ്മുടെ പാർട്ടാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളാണ്. ഇപ്പോൾ ചേട്ടൻ്റെ മക്കൾക്ക് എങ്ങനെയാണ് ഇതേ കലാവാസനയ്ക്ക് കിട്ടിയിട്ട്? എൻ്റെ ഇളയ മോളിപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. അവളെ വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾ അത്യാവശ്യം പറഞ്ഞു. അപ്പോൾ ഈ മാരേജ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഈ ഫിലിം ഫീൽഡിലേക്കുള്ള രംഗപ്രവേശനം എങ്ങനെയായിരുന്നു? ഞാൻ സിനിമയിലോട്ട് പറഞ്ഞത് ഈ പറഞ്ഞ ഇങ്ങനെ വീഡിയോക്ക് ലൈറ്റ് അടിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ്. ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ സുരേഷ് എന്നൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, ചെന്നൈയിലാണ് പുള്ളി. അങ്ങനെ പുള്ളിയുടെ കൂടെ ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് തന്നെ ചെന്നൈയിൽ തന്നെ കൊണ്ടുപോയി. അങ്ങനെ പുള്ളിയുടെ കൂടെ നിന്ന് ഒരു 5 വർഷം ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് സെറ്റായി തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെ ഇഷ്ടംപോലെ പടം, പിന്നെ കൈനിറയ പടങ്ങൾ ഇഷ്ടംപോലെ ചെയ്തു. അതെ, അപ്പോൾ ഈ മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം പോലെയുള്ള വലിയ ഫിലിമിലൊക്കെ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വന്ന വഴികൾ ആലോചിക്കുമ്പോഴത്തേക്കും വളരെ സന്തോഷമായിരിക്കും. അല്ല, അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ഇച്ചിരി ഈശ്വര വിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത ലെവലിൽ ദൈവം നമ്മളെ കൊണ്ടുപോകും. നമ്മളാരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി. എന്നും പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ നമ്മൾ വിട്ടൊന്നും കൊടുക്കണ്ട. കാരണം നമ്മൾ ഗാന്ധി ഒന്നുമല്ലല്ലോ ഒരു വാങ്ങിച്ചിട്ട് അപ്പുറത്ത് ചിന്തിക്കുക. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ തിരിച്ച് അതുപോലെ നിൽക്കണം. അതല്ല, നമ്മളായിട്ട് ഒരാളെ ഉപദ്രവിക്കാൻ പോകാൻ മതി, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നാളെ ഒരു ദിവസം ചേട്ടന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് ഈ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം, അതാണ് എൻ്റെ ഡ്രീം. അങ്ങനെ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും ചേട്ടൻ പറയാൻ പോകുന്നത്? ഒരു ആക്ടറോ ഡയറക്ടറോ വേറെ എന്തെങ്കിലും ഫിലിം സ്റ്റാറോ അങ്ങനെ ആരെങ്കിലും? പ്രിയൻ സാറിനോട് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമേ. അത് തന്നെയാണ് വേറെ ആർട്ടിസ്റ്റുകളോടൊന്നും എനിക്ക് താല്പര്യമില്ല, കമ്മിറ്റ്മെൻ്റ് ഒന്നും എനിക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനോട് അങ്ങനെ ഏതെങ്കിലും സംഭവമായിട്ടൊന്നുമില്ല. ഡയറക്ടർ ആക്ഷൻ പറയുമ്പോൾ അവർ അഭിനയിക്കുന്നു, ആ സാധനം നമ്മൾ ഒപ്പിയെടുക്കുന്നു, അല്ലാതെ ഡയറക്ടർ തന്നെയാണ് ടോപ്പ്.
ഓക്കെ. അപ്പോൾ ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലും ഫിലിം ഫോട്ടോഗ്രാഫിയിലും രണ്ടിലും നിന്നിട്ടും ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി അനുഭവിച്ചിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും, അതായത് നമ്മളിപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പെട്ടെന്ന് ഒരു ഫിലിം ഫീൽഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കിടക്കാനും അതിലേക്ക് ഒന്ന് നമ്മൾ സ്മൂത്തായി വരാനും ടൈം എടുക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതലും സിനിമയിലാണ് കൂടുതൽ നിന്നത്. 23 വർഷമായി സിനിമയിൽ. അതിൽ ഏറ്റവും കൂടുതൽ സിനിമയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ 100-ൽ കൂടുതൽ സിനിമ ചെയ്യാനുള്ള ഭാഗ്യം തരുന്നുണ്ട്. കല്യാണങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ ആംബിയൻസ്. ഒരു കല്യാണം ഒരിക്കലും ഒരേപോലെ റെപ്യൂട്ടേഷൻ ഒന്നും വരില്ല. പുതിയ പുതിയ ആംബിയൻസ്, പുതിയ പുതിയ ആൾക്കാർ. ഇപ്പം നിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ആയിരിക്കില്ല വേറൊരാളുടെ ഫോട്ടോ എടുക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ അപ്പോഴത്തെ ആംബിയൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് ഈ കല്യാണത്തിന്. പിന്നെ ഭയങ്കര രസമാണ്. നമ്മൾ മറ്റേ സിനിമ എന്ന് പറയുമ്പോൾ ഒരേ ആൾക്കാർ തന്നെ കുറേ ദിവസം, ഒരു 10-60 ദിവസമൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ അങ്ങ് മടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമല്ലേ ഉള്ളൂ. റിസപ്ഷൻ, കല്യാണം, ഫൈൻ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ 1 വർഷം മുന്നേ ഉള്ള ചെയ്യേണ്ട ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഇങ്ങനെ ആൾക്കാർ പറയും. അപ്പം ഒരു പരിധി വരെയൊക്കെ ഒരു മനുഷ്യർ ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കത് പറ്റാത്ത അവസ്ഥ വരും. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് നെഗറ്റീവ് പറയണമെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം അവരുടെ പൈസ അവരുടെ മൊബൈലിൽ അവർ ടൈപ്പ് ചെയ്യണം, ഞാൻ എൻ്റെ മൊബൈലിൽ ഓരോന്ന് വിളച്ചു വിടും. അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. നമ്മളതൊന്ന് മൈൻഡ് ചെയ്യായിരുന്നു. ഞാൻ എൻ്റെ കമൻറ്റുകൾക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആരെങ്കിലും എന്നെ ചൊറിയുമ്പോൾ ഞാൻ തിരിച്ചു ചൊറിയും. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങ് പോകും എൻ്റെ പാടിന്. ഞാൻ പിന്നെ അവർക്കൊരു സന്തോഷം. നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചൊരു സന്തോഷം. അല്ല, പിന്നെ നമ്മൾ പിന്നെ അതിൽ പിന്നെ മൈൻഡ് ചെയ്യാൻ വേണ്ടി കാര്യമില്ല. കാരണം നമുക്ക് അതിന് സമയമല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയക്ക് ഒരു ലെവൽ വരെ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 10 പേരെ അറിയിക്കാൻ വേണ്ടി തന്നെ ചെയ്യണത്. കാരണം ഈ ബൈബിളിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇടത് കൈ ചെയ്യണത് വലത് കൈ അറിയണം. പക്ഷേ യേശു ക്രിസ്തു ഈ കാനായിലെ കല്യാണത്തിനെ അത്രയും പേർക്ക് ഈ പച്ചവെള്ളത്തിനെ വീഞ്ഞാക്കിയത് എല്ലാവരും അറിഞ്ഞു. അത് അറിയണം എന്നുള്ളതാണ്. നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ, ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണത് നല്ല കാര്യം ചെയ്യുമ്പം നമ്മൾ പുറത്ത് 10 പേര് അറിഞ്ഞാലേ അടുത്തൊരാൾക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ളൊരു ധൈര്യം വരുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പം 6 മണിക്കൂർ നമ്മൾ കല്യാണം ചെയ്തു. ഞാനത് സോഷ്യൽ മീഡിയ ഇട്ടുകൊണ്ടാണ് വേറെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പിറ്റേന്ന് നമുക്ക് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നത്. ഞാനത് ചെയ്യായിരുന്നെങ്കില ചിലപ്പോൾ എന്നെ പോലെ ചെയ്യണ ഒരുപാട് പേര് കാണും. അവർ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇടാത്തുണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് അതിനെ, നമ്മൾ ഈ അമ്മയെ, ഈ ആരാൻ്റെ അമ്മയ്ക്ക് വന്ന് ഭ്രാന്ത് വരുമ്പോൾ കണ്ടുപിടിക്കാൻ രണ്ട് രസമുണ്ട്. അമ്മയെ തല്ലിക്കഴിഞ്ഞാൽ 2 രീതിയിൽ ആൾക്കാർ പറയും. നല്ലതെന്നും പറയും, മോശവും പറയും. നമ്മൾ നല്ലത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ അതിനപ്പുറം ഒരു സാധനം അതിലിട്ട് കാര്യമില്ല. നെഗറ്റീവ് തോട്ട്സ് നമ്മൾ വെറുതെ കേൾക്കാന്നുള്ളതേ ഉള്ളൂ. അതിനൊക്കെ ഈ അടിക്കുന്ന കാരനൊക്കെ വാല്യൂ കിട്ടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലും മറ്റും അതിന് മാത്രമേ സമയമുള്ളൂ. നമുക്ക് ജോലി ചെയ്ത് പിള്ളേരെ കാര്യം നോക്കാൻ സമയം കിട്ടില്ല. ഇപ്പോൾ ചേട്ടൻ ഫോട്ടോഗ്രാഫർ ആകുമ്പോഴത്തേക്കും ലൈറ്റ് ബോയ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ബോയ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പയ്യന്മാരും ഇപ്പോൾ വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പഠിത്തത്തിലും ചിലപ്പോൾ അവർക്ക് മുന്നേറാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെയായിരിക്കും അവർ ഈ കാറ്ററിങ്ങിനും ഈ ഫോട്ടോഗ്രാഫിയിലൊക്കെ ലൈറ്റൊക്കെ പിടിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ ഒരു ദിവസം മൊത്തം നിന്നാൽ 300 രൂപ 200 രൂപയൊക്കെ എനിക്ക് കിട്ടുള്ളൂ, എന്നാൽ അവർക്ക് അതിനനുസരിച്ച് പണിയും ഉണ്ട്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ്? ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ പറഞ്ഞ പിള്ളേർക്ക് ഞാൻ കൊടുക്കുന്നത് 1000-1500 രൂപ മിനിമം ഞാൻ കൊടുക്കും. പക്ഷേ അല്ലാതെ തന്നെ ഇപ്പോൾ എല്ലാവരും 1000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. 1000 രൂപയ്ക്ക് ഇപ്പോൾ എല്ലാവരും മിനിമം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ കാരണം ഒരു കുടുംബം കഴിയാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. അല്ല, ഞാനും കാരണം ഞാൻ വന്ന സമയത്ത് 75 രൂപയായിരുന്നു. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് പിറ്റേന്നും കൂടെ പോകുമ്പം നമുക്ക് കിട്ടുന്ന 75 രൂപയായിരുന്നു. പക്ഷേ ഇന്നത് ഒരുപാട് മാറി. പിന്നെ അത്രയും വർഷത്തെ ഇതുമായി. അന്നത്തെ പണത്തിൻ്റെ വാല്യൂ അല്ല ഇന്നത്തെ പൈസയുടെ വാല്യൂ. പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള പിള്ളേർക്ക് നമ്മളെക്കാൾ നല്ല കഴിവുണ്ട്. കാരണം അന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കയ്യിലൊക്കെ ക്യാമറ എന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് പിള്ളേരൊക്കെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അവർ, ഞാൻ എടുക്കണേക്കാളും നന്നായിട്ട് അവർ പടം എടുക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് എന്നെക്കാൾ നല്ലവണ്ണം പടം എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെക്കാൾ നല്ലവണ്ണം പടം എടുക്കുമ്പോൾ നമുക്ക് അവനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അവൻ വളരുമ്പോൾ നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ധൈര്യമായിട്ട് അവനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ടും നമുക്ക് മാറിയെടുക്കാം. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണം. അല്ലാതെ 24 hours മറ്റേ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര സംഭവമാക്കി, അല്ലെങ്കിൽ മറ്റാരും വളർന്നു വരണ്ട, അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും നല്ലതായിട്ട് വളർന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ പരസ്പരം ട്രോളുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും. പക്ഷെ അല്ലാതെ ബേസിക്കലി പുതിയ പിള്ളേരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് കാർഡ് എടുത്ത് കൊടുത്തത് ഞാനാണ്. പുതിയ പിള്ളേരെ കൊണ്ടുവന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ. അതിൽ 4-5 പേര് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് പടം ചെയ്യുന്നുണ്ട്. കല്യാണത്തിനായാലും
എൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേരെല്ലാം ഒരു 4-5 വർക്കിന് വന്നു കഴിഞ്ഞാൽ അടുത്ത വർക്കൗട്ട് അവൻ ഫോട്ടോഗ്രാഫറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ അത്രയും ഫ്രീഡം നമ്മൾ കൊടുക്കും. ഞാൻ എൻ്റെ കൂടെ ആര് വന്നാലും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ക്യാമറ എടുത്ത് കൈ കൊടുത്തിട്ട് പടം എടുത്തോളാൻ പറയും. കാരണം അവൻ പേടിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. എടുത്ത് നമ്മളുടെ വർക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാളെ ഫോട്ടോഗ്രാഫർ ആവാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ നമ്മളവനെ ജീവിതകാലം മൊത്തം ലൈറ്റ് ബോയ് ആക്കി അതൊക്കെ ആ ഒരു കാലഘട്ടമൊക്കെ പോയി. പിന്നെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മറ്റൊരാളിനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെയും ദൈവം അതുപോലെ വളർത്തും. നമ്മൾ ഒരുത്തിന് പണി കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുന്ന പിള്ളേരെല്ലാം നമ്മളെക്കാൾ പേരെടുത്ത് ആ ലെവലിൽ കയറി വരണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഗുരുതുല്യരായിട്ട് കാണുന്നവരെയൊക്കെ ഞാനും അതുപോലെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ആശാനായിട്ട് കാണുന്ന പല ആൾക്കാരും എൻ്റെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് കയറിയിട്ട് എനിക്ക് ഒരു 4 വർഷമായി കാണും. അപ്പം ഞാൻ ഈ മോഡലിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരു 10-ലധികം ഫോട്ടോഗ്രാഫേഴ്സായിട്ട് കൊളാബറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികൾക്കും എന്തെങ്കിലും ഒരു കാര്യം ഇൻസെക്യൂരിറ്റി ആയിട്ട് കാണും. അല്ലെങ്കിൽ എൻ്റെ ഈ സൈഡ് കൊള്ളില്ല, ആ സൈഡ് കൊള്ളില്ല, അങ്ങനെ നിന്നാൽ കൊള്ളില്ല, ഇങ്ങനെ നിന്നാൽ കൊള്ളില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നൽ തോന്നും. അപ്പം നമ്മളത് ഫോട്ടോഗ്രാഫേഴ്സിനോട് പറയാറുണ്ട്, ചേട്ടാ ഇങ്ങനെ നോക്കിയെടുക്കണേ, അങ്ങനെ നോക്കിയെടുക്കണേ. അപ്പം ഞാൻ ഈ മോഡലിംഗ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാരാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലുമാണ് വന്നിട്ട്, ദിവ്യ എനിക്കിപ്പം പെയ്ഡ് ഷൂട്ടൊന്നും തരാനുള്ളൊരിതില്ല, നീ എനിക്കൊരു ഫോട്ടോഷൂട്ടിന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും. കാരണം നമ്മൾ അത്രയും സുഹൃത്തുക്കളായിരിക്കുന്നതുകൊണ്ട് നമ്മൾ പൈസയൊന്നും വാങ്ങിക്കാതെ നമ്മൾ പോകും. പക്ഷേ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ പൈസ അവർ നമുക്ക് തരാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ആത്മാർത്ഥത കുറവ് പലപ്പോൾ അതിൽ കാണാറുണ്ട്. നമ്മളെ വന്ന് നിന്നിട്ട് നീ എങ്ങനെയെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള എങ്ങനെയെങ്കിലും തിന്നോ എന്ന് വെച്ചാൽ ഒരു താല്പര്യക്കുറവ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഈ നിൽക്കുന്ന മോഡലിന് അത് ഭയങ്കര ഒരു മാനസിക പ്രശ്നമാണ്. അപ്പം നമ്മളും വിചാരിക്കും നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ നമ്മുടെ കാര്യം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു താല്പര്യമില്ലായ്മ എന്തുകൊണ്ട് കാണിക്കുന്നു എന്നിങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് പല ആൾക്കാരുമായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഞാൻ ഏത് രാത്രിയിൽ എന്നെ ഷൂട്ടിന് വിളിച്ചാലും ഞാൻ പോകുന്ന ആൾക്കാരുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ക്യാമറമാൻ വിഷ്ണു ചേട്ടൻ. എനിക്കൊണ്ട് ഞാൻ ഏറ്റവും സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചേട്ടൻ്റെ ക്യാമറ കണ്ണുകളിലൂടെയാണ്. ഞാൻ ഒരു ഫോട്ടോ ചേട്ടൻ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേരാണ് എനിക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് എത്ര എന്താ പറയുക, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തോന്നിയിരുന്നാലും ഈ ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ് കംപ്ലീറ്റ്. അപ്പം ചേട്ടൻ്റെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് ഇതുവരെ ആരും ഇങ്ങനെ ഇത്ര നല്ല ഫോട്ടോ എടുത്ത് തന്നിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതെ, എൻ്റെ അടുത്ത് എനിക്കങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. ഒന്ന്, ഞാൻ ആർക്കും ഈ കൊളാബ് പരിപാടി ചെയ്യാൻ പോകാറില്ല. ഇന്ന് വരെ എൻ്റെ ലൈഫിൽ കൊളാബ് പരിപാടി അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ആരെങ്കിലും എൻ്റെ അടുത്ത് പറയാനുള്ള ചേട്ടാ എനിക്ക് 2 പടം എടുത്തെന്ന് വെച്ചാൽ ഒരു പൈസ പോലും വാങ്ങാതെ എടുത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അത് പറയുന്ന രീതിയിലാണ് കാര്യം. ചേട്ടാ എനിക്ക് 2 പടം എടുത്ത് തരും, എൻ്റെ കയ്യിൽ കാശില്ല എന്ന് മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് പോയിട്ട് നമ്മൾ പടം എടുത്ത് കൊടുക്കും. അതല്ല ചേട്ടാ നമുക്കൊരു കൊളാബ് ചെയ്യണം, എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിനക്കിപ്പോൾ ഒരു 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, എനിക്കെന്ത് തോന്നും? എനിക്ക് അങ്ങനെ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഹൈപ്പുകളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇനിയിപ്പം ദിവ്യയുടെ പടം എടുത്തിട്ട് നാളെ രാവിലെ എനിക്ക് പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇനി പ്രത്യേകിച്ച് ഒരു വർക്കൊന്നും വരാനില്ല. പിന്നെ ഇപ്പം ഈ 23 വർഷം ഈ ഇൻഡസ്ട്രി തന്നെ ഇതുപോലെ നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മൾ കുറച്ച് നാളൊക്കെയല്ലേ ഉള്ളൂ, അത് ഇനി അങ്ങ് പൊക്കോളും. നമ്മൾ ഇതിപ്പോൾ ജോലി, ഇപ്പം ഞാൻ ഫോട്ടോഗ്രാഫറാണെന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം, എന്നെ അറിയാമെന്നുള്ള എൻ്റെ സൗഹൃദങ്ങൾ എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം ഞാൻ ഫോട്ടോഗ്രാഫറാണെന്ന്. ഞാൻ ഫോട്ടോഗ്രാഫറാണെന്ന് ഞാൻ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ വർക്ക് ഞാൻ ഇങ്ങനെ ചുമ്മാ എൻ്റെ പ്രൊഫൈലിൽ ഇട്ട് തള്ളേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ദിവ്യയുടെ ഫോട്ടോ എടുക്കും പോലെ ആയിരിക്കില്ല നാളെ വേറൊരാളുടെ ഫോട്ടോ എടുക്കുന്നത്, അതായിരിക്കില്ല വേറൊരാളുടെ ഫോട്ടോ. അപ്പം ദിവ്യയ്ക്ക് അതുപോലത്തെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും തരാനും പറ്റില്ല. ഓരോ സമയത്ത് ഓരോ ആംബിയൻസ്, ഓരോ രീതി. പിന്നെ നമുക്ക് ചില ആൾക്കാർ നമുക്ക് കംഫർട്ടായിട്ട് വരും. ചില ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് അവർ നമ്മളായിട്ടൊരു, പിന്നെ ഈ ഫോട്ടോഗ്രാഫറും ഈ ക്ലയൻറ്റും തമ്മിലൊരു ആത്മാർത്ഥ ഒരു ബന്ധമൊക്കെ വരും, ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെ വരുമ്പം കുറേ കൂടെ നല്ലതായിട്ട് പടം എടുക്കാൻ പറ്റും. കാരണം ഇപ്പം ലോകത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആരെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ 2 മക്കളെ പറയുള്ളൂ. എൻ്റെ ഭാര്യ എൻ്റെ 2 മക്കളുമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സുന്ദരിമാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പടം എടുത്തിട്ടുള്ളതും
അല്ലെങ്കിൽ തന്നെ നമ്മൾ എൻ്റെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എൻ്റെ മക്കളുടെയും വൈഫിൻ്റെയും ഫോട്ടോയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാരണം മറ്റുള്ളവരുടെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എൻ്റെ മക്കളുടെ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് വേറെ ആളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ അവർ കേൾക്കും. വേറെ ഈ പല മോഡൽസിൻ്റെ അടുത്തും ചെല്ലുമ്പോൾ അവർ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്, ചേട്ടാ എൻ്റെ ഈ സൈഡ് കൊള്ളൂല, ഈ സൈഡ് കൊള്ളൂല. അത് കൊള്ളൂല്ലെങ്കിൽ പിന്നെ നമ്മളടുത്ത് എന്തിനാ പറഞ്ഞേ? അവരങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ തന്നിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് 2 പടം എടുക്കും. നമ്മളെടുക്കുന്ന ഒരു പടം മോശമാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ധൈര്യം ചേട്ടാ എനിക്ക് ഈ പടം വേണ്ട ചേട്ടാ, എൻ്റെ ഈ ബോറായിട്ട് തോന്നും. അപ്പം ഒന്നുകിൽ ആ ഫോട്ടോഗ്രാഫർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറവ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു വർക്കിന് വന്നു പറഞ്ഞാൽ തന്നെ ചേട്ടാ എൻ്റെ ഈ സൈഡ് കൊള്ളൂല, ഈ സൈഡ് കൊള്ളില്ല, എന്നെ എങ്ങനെ നിർത്തല് അങ്ങനെ പറയുന്നതിന് പിന്നെ നമ്മൾ അപ്പനടി നിൽക്കണ്ടെന്നേ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എടുക്കണേക്കാളും നന്നായിട്ട് എൻ്റെ മക്കൾ പടം എടുക്കും. മൊബൈലാണെങ്കിൽ പോലും ചിലപ്പോൾ നല്ല രീതിയിൽ പടം എടുക്കും. പക്ഷെ എന്നും പറഞ്ഞ് നാളെ രാവിലെ അവളെ ക്യാമറ എടുത്തിട്ട് ഇപ്പോൾ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവളെ കൊണ്ട് പറ്റിയെന്നും വരില്ല. അത് ഓരോ സാഹചര്യങ്ങൾ, ഓരോ സ്ഥലത്ത് ഇതിലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം ഈ എക്സ്പീരിയൻസിൻ്റെ കളികളാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുമോ, എത്രത്തോളം ഫോട്ടോ എടുക്കുമോ, അത്രത്തോളം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു വലിയ ജേർണിയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി എനിക്കത് ജന്മത്തെ എനിക്കത് മറക്കാൻ പറ്റില്ല, ഇനി ഞാനത് ചെയ്യുകയും ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ? അല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോഴൊന്നുമല്ല ചേട്ടാ, ഒരു 4-5 വർഷത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ പടം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കൊച്ചു വന്ന് ചോദിച്ചു, ചേട്ടാ എനിക്ക് 2 ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എടാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ എനിക്ക് അവനെ പിന്നെ എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല, ഞാൻ പിന്നെ അവനെ കണ്ടിട്ടുമില്ല. പക്ഷെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ വേറൊരു കല്യാണം ഉണ്ടായപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ ആൽബത്തിൽ ഈ പയ്യൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഈ പയ്യൻ കറണ്ട് അടിച്ച് മരിച്ചു എന്നുള്ളത്. ശരിക്കത് ഭയങ്കര വിഷമമായി. കാരണം അതല്ല, അവർ എൻ്റെ അടുത്ത് ഈ ആൽബം കാണിച്ചതിൻ്റെ കാര്യം വേറൊന്നുമില്ല, ഈ പയ്യൻ്റെ വേറെ ഫോട്ടോ അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഈ ഫോട്ടോ വീട്ടിലെടുക്കാൻ വേണ്ടിയിട്ട് അതും എനിക്ക് തോന്നുന്നു ഒരു വലിയ ഗ്രൂപ്പ്, അതായത് ഫുൾ ഫാമിലിയുടെ ഗ്രൂപ്പിൽ ഒരു കുഞ്ഞ് തലയായിരുന്നു അവൻ്റെ ഉണ്ടായിരുന്നത്. അതിനെയാണ് അവർ എല്ലാവരും ചെയ്ത് വെച്ചത്. അത് എല്ലാവരും ചെയ്ത് കൊടുത്തത് ഞാനാണ്. എനിക്ക് ഭയങ്കര അതിനുശേഷമാണ് ഞാൻ എൻ്റെ അടുത്ത് ആര് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാലും ആ സ്പോട്ടിൽ ഞാൻ എടുത്തു കൊടുക്കണം. കാരണം എൻ്റെ അച്ഛനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ച് കളിച്ചുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നിട്ട് ടപ്പന പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നാളത്തേക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊന്നും ഇനി ഒരാൾക്കും ഒരാൾ അവരൊരാഗ്രഹം പറഞ്ഞാൽ നമ്മൾ അപ്പോൾ പറ്റുന്ന കാര്യമാണെങ്കിൽ അപ്പോൾ സ്പോട്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക, അത്രയേ ഉള്ളൂ. ഫോട്ടോഗ്രാഫി ആ ഒരു ഫീൽഡിൽ ചേട്ടനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറിൽ നിന്ന് ഇന്ന് ഈ നിൽക്കുന്ന നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് എന്തായിരിക്കും? മരക്കാറ് പോലൊരു വലിയ പടമൊക്കെ പ്രിയൻ സാർ തന്നെയായിരിക്കും. അതിനുശേഷം ഒത്തിരി വർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം കൊണ്ട് പക്ഷെ അതിനുശേഷമായിരിക്കും കുറച്ച് പോപ്പുലാരിറ്റി കിട്ടിയത്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഇങ്ങനെ ഒരുപാട് വർക്ക് വരുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചുമ്മാണ് ആണല്ലേ. നമുക്ക് നമ്മുടെ കണക്ഷൻസ്, നമ്മുടെ ബന്ധങ്ങൾ, അങ്ങനെയൊക്കെ വർക്കുകൾ വരുള്ളൂ. പിന്നെ എന്നെ വിളിക്കുന്ന പലയിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വീടിനടുത്തുള്ള സ്റ്റുഡിയോക്കാർക്ക് കൊടുക്കുക. അത് വെറുതെ നമ്മളെ വിളിച്ച് നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങാറ്റം വരുന്നത്. എല്ലാവരും ഫോട്ടോഗ്രാഫർ തന്നെ, എല്ലാവരും എന്നെക്കാൾ നന്നായിട്ട് പടം എടുക്കുന്നവരൊക്കെ തന്നെയാണ്, നല്ല ആൽബം കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ചിലർക്ക് ഇഷ്ടപ്പെട്ട് വിളിക്കുന്നവരുണ്ട്. നമ്മളെ പടത്തിന് എന്തെങ്കിലും, ഈ എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും അവരവരുടെ പടത്തിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും. അപ്പം നമ്മളെ കയ്യൊപ്പ് പതിക്കണം എന്നുള്ള ഇഷ്ടമുള്ള ക്ലയൻറ്റുകൾ നമ്മളെ വിളിക്കും. അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ കൃത്യമായിട്ട് അതിൽ പിന്നെ പൈസ നോക്കൂല. ചിലർക്ക് അതിൽ പൈസ കാണൂല, പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഉള്ളവരെയൊന്ന് മാക്സിമം വാങ്ങിക്കും. കാരണം ഉള്ളവരെന്ന് മാക്സിമം വാങ്ങിച്ചിട്ടായിരിക്കും ഇല്ലാത്തവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു ഫോട്ടോഗ്രാഫറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ വാഴയുടെ ഒക്കെ ഇടയിൽ വെച്ചും ഈ എന്താ പറയുക മണ്ഡപത്തിൻ്റെ ഒക്കെ അകത്ത് വെച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ ഫുള്ള് മലയാളികളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി നോർമൽ ആൾക്കാരല്ല, ഫോട്ടോഗ്രാഫർമാരായിരിക്കും. ഓക്കെ. അയാളെ നല്ലതുപോലെ മാർക്കറ്റ് ചെയ്യണതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ അവിടെ പോയിട്ട് കമൻറ്റ് ചെയ്യണത്. ശരിയാണ്. അവൻ ചിലപ്പോൾ മോശം പടമൊന്നും ആയിരിക്കില്ല കൊടുക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ മേളിലായിരിക്കും അവൻ അവിടെ കസ്റ്റമറിന് ഔട്ട് കൊടുക്കുന്നത്. അവൻ പുറത്ത് കാണിക്കുന്നത് ഊള പടങ്ങളായിരിക്കും. അത് അവൻ്റെ ബ്രില്യൻ്റ് ആയിരിക്കും, അവൻ്റെ ബ്രില്യൻസ് പരിപാടി ആയിരിക്കും. അവന് പടം എടുക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഫീൽഡിൽ നിൽക്കില്ല.
അവന് നന്നായിട്ട് പടം എടുക്കാൻ അറിയാം. അവൻ നമ്മളെക്കാൾ, അതായത് ഈ കമൻ്റ് അടിക്കണവന്മാരെക്കാൾ മിടുക്കനായതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളെ വിളിച്ച് തമിഴ്നാട്ടിൽ കിടക്കുന്ന അവൻ നമ്മളെ വിളിച്ചിട്ട് കമൻറ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആരായിരിക്കണം? ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ ആകുമ്പോൾ വീണ്ടും വീണ്ടും എങ്ങനെ കല്യാണങ്ങൾ കിട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അല്ല, അവൻ്റെ ആൽബങ്ങൾ പക്കയായിരിക്കും. ശരിയായിരിക്കും. നമുക്ക് ഞാൻ എൻ്റെ വർക്കുകളൊന്നും, നല്ല വർക്കുകളൊന്നും ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ എടുക്കുന്ന നല്ല സാധനങ്ങൾ അങ്ങനെ കാണണ്ടെന്നല്ലേ. ഇപ്പം എനിക്ക് എന്നെ ഒരു കസ്റ്റമർ വർക്കിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളിക്കുകയുള്ളൂ. എനിക്ക് അങ്ങനത്തെ കസ്റ്റമർ മതി. എനിക്കല്ലാതെ നിങ്ങളെ വർക്ക് കണ്ടിട്ട് ഓക്കെ, എൻ്റെ വർക്ക് കണ്ട് അങ്ങനെ എനിക്കങ്ങനെ മാർക്കിട്ട് വർക്ക് കിട്ടണ്ട. എനിക്കൊരു മാസം 5 വർക്ക് മതി. എനിക്കത് ദൈവം സഹായിച്ച് നമുക്കറിയുന്ന വർക്കുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. വാഗി കീറിയിട്ടുണ്ടെങ്കിൽ ദൈവം അതിനുള്ള എണ്ണം കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കും. കറക്റ്റ് സമയത്തിന് പെണ്ണിനെ ഇറക്കണം, അതിനു മുമ്പേ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കണമെങ്കിൽ നല്ല സ്ഥലം വേണം, അത് കിട്ടാതെ അലയേണ്ടിയൊക്കെ വന്നു. അല്ല, എനിക്ക് ഈ സ്ഥലം കിട്ടുന്നേക്കാൾ ഉപരി നമുക്ക് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അവർ തരുന്ന ഒരു പണിയുണ്ട്, സമയത്തിന് വിടേയില്ല. 90% മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇപ്പം അങ്ങനെയാണ്. അതായത് സമയത്തിന് വിട്ട് കഴിഞ്ഞാൽ അവരുടെ വർക്കിന് ക്വാളിറ്റി കുറയുമെന്ന് പറഞ്ഞിട്ട് മുഹൂർത്തത്തിന് ഒരു 5 മിനിറ്റ് മുമ്പൊക്കെയാണ് ഒരുക്കി വിടുന്നത്. അങ്ങനെ ഒരുക്കി വിടുമ്പോൾ എന്ത് നഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും ഈ കസ്റ്റമറിന് നല്ല പടം കിട്ടില്ല, നമുക്ക് പടം എടുക്കാൻ പറ്റുന്നില്ല, സൗകര്യം കിട്ടില്ല. നമുക്ക് ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും ഈ പെൺകുട്ടീനെ റെഡിയായി കിട്ടിയാലേ മനസമാനത്തോടെ നിന്ന് പടം എടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മൾ പടം എടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരുമ്പോൾ അച്ഛൻ പറയും ആദ്യം പെട്ടെന്ന്, പിന്നെ അമ്മമാരും ഒക്കെ പറഞ്ഞൊന്നും നടക്കില്ല, അവർ ഹറിബറിയായി പോകും. ഒന്നാമത് രാവിലെ 2 മണിക്കൊക്കെ എണീറ്റൊക്കെ ആയിരിക്കും പോയിട്ട് മേക്കപ്പ് ചെയ്യണം. 2 മണിക്കും 3 മണിക്കൊക്കെ എണീറ്റിട്ടായിരിക്കും കല്യാണത്തിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യണത്. അപ്പോഴേ അവരെ ഉറക്കം. ശരിയാണ്. പിന്നെ ഇതിനെല്ലാം പുറമെ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. അവർക്കെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ കൃത്യസമയത്ത് കാര്യം നടത്തണം. ഇവർ ഈ സമയത്ത് ഇത് ഇപ്പോൾ വിടാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണമല്ലാതെ, എനിക്ക് എത്രയോ കല്യാണത്തിന് ഞാൻ ഈ പെൺകുട്ടിയുടെ പടം എടുക്കാതെ നിന്നിട്ടുണ്ട്. താലികെട്ടിന് ശേഷം നമ്മൾ സിംഗിൾ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? എത്രയോ കല്യാണത്തിന്, 1-2 കല്യാണമൊന്നുമില്ല, ഒരുപാട് മേക്കപ്പ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കാര്യം പറയും. അരമണിക്കൂർ മുമ്പ് വിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ വരേണ്ട കാര്യമില്ല. ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറയും, അല്ലെ നിങ്ങൾ അരമണിക്കൂർ മുമ്പ് വിടുമെന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ അങ്ങേറ്റം വരെ വന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇപ്പോൾ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ പണ്ട് മുതലേ സാധാരണ പ്രൊഫഷണലായിട്ട് നന്നായിട്ട് ചെയ്യണവരുണ്ട്. അവർ കൃത്യം സമയത്ത് പറയുന്ന സമയത്ത് മുന്നേ വിടും. ഇപ്പോൾ ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ടിൽ തന്നെ ഒരു റീല് കിടപ്പുണ്ട്. എനിക്കൊന്ന് കുറച്ച് നാൾ മുന്നേ ചേട്ടൻ പോസ്റ്റ് ചെയ്തതാണ്. 1,50,000 പേരൊക്കെ കണ്ടൊരു വീഡിയോ. കൊല്ലത്തുള്ള ഒരു ഡാൻസർ, രാരി കൃഷ്ണ അങ്ങനെ എന്തോ ആണ് പേര്. അതെ, അപ്പം പുള്ളിക്കാരുടെ മക്കൾ 2 പേരും ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണം, വരാമോ എന്ന്. അപ്പോൾ പോയപ്പോൾ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ? ഒന്ന്, അവളെ നമ്മളൊരു അനിയത്തി കുട്ടിയാണ്. എനിക്കൊരു 6-7 വർഷം കൊണ്ട് വളരെ അടുത്തരാണ് തന്നെ, ഫാമിലിയായിട്ടും. അങ്ങനെയാണ് ആ പിള്ളേർ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും. അപ്പം ഞാൻ ഈ ഫോട്ടോ ഞാൻ ഇടയ്ക്ക് എടുത്ത് കൊടുക്കാമെന്നൊക്കെ പറയും, പക്ഷേ സാഹചര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇവൾ ആൾറെഡി മുമ്പ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ആർട്ടിസ്റ്റാണ്. പിന്നെ 10-30 വർഷം ഈ നല്ല ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആഫ്റ്റർ ദ മാരേജ് എല്ലാവരെ പോലെയും ഈ കുടുംബം, കുട്ടികൾ അങ്ങനെ ഒതുങ്ങിയതാണ്. അങ്ങനെ ഒതുങ്ങിയപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ പിന്നീട് ഈ ഇൻസ്റ്റയിലൊക്കെ ഇവള് ചെറിയ റീലൊക്കെ ഇട്ട് തുടങ്ങിയത് തോന്നും. അങ്ങനെ ഈ പിള്ളേർക്ക് അതിനോടൊരു കൗതുകം തോന്നിയിട്ട് എന്നെ വിളിച്ചിട്ട് കുറച്ച് ഫോട്ടോ എടുപ്പിച്ചാണ്. കാരണം ഇവർ വീട്ടിൽ നിന്ന് നമ്മൾ പറയൂലേ, ഇപ്പം നമ്മൾ സാധനം പറയില്ലേ, ചാർച്ചേട്ടനെ വിളിച്ചെങ്കിൽ കുറച്ച് പടം എടുക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആരാണോ XY നമുക്ക് പേഴ്സണലി അറിയുന്ന ഫോട്ടോഗ്രാഫർമാരുണ്ടാവും, നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധമുള്ളത്. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് കുറച്ച് പടം എടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ ഇത് സാധനം സെറ്റ് ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ട് എന്തായാലും കുറച്ച് പടം എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനുശേഷം ആ പടം കണ്ടിട്ട് രാജകുമാരി എന്ന് വിളിച്ചു, അവരുടെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് പേയ്മെൻ്റ് കൊടുത്ത് നല്ലൊരു വർക്ക് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. ഈ പറഞ്ഞ പോലെ ഈ ഒരുപാട് ടാലൻറ്റുകളൊക്കെ ഇങ്ങനെ ഒതുക്കി കൂട്ടിയിട്ട് അത് എക്സ്പോസ് ചെയ്യാൻ പറ്റാതെ കുറേ പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ എനിക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് തരുമോ അങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ അവരൊക്കെ ബയോ ഒക്കെ നോക്കുമ്പോൾ സാധാരണ വീട്ടുകാരൊക്കെയാണ്, സാധാരണക്കാരാണ്. എനിക്ക് ഈ അടുത്തിടെ ഒരു ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 45 വയസ്സൊക്കെ വരും. പുള്ളിക്കാരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഞാൻ സിനിമയിലൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ്, നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറച്ച് പടം എടുത്തിട്ട് ഞാൻ അങ്ങനെ കുറച്ച് പടമൊക്കെ എടുത്തു കൊടുത്തു പുള്ളിക്കാരന്.
പുള്ളിക്കാരൻ പുള്ളിക്കാരൻ തന്നെ സ്വന്തമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം അവരുടെ മനസ്സിലേക്ക് അത്രയും ടാലൻറ്റ് മാത്രമല്ല, അവരുടെ മനസ്സിൽ അത്രയും ആഗ്രഹമുണ്ട്. അവർക്ക് അവരെ ആ ഒരു ക്യാരക്ടറായിട്ട് കാണുന്നതൊക്കെ ഭയങ്കര ആഗ്രഹം. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതൊക്കെ എൻ്റെ പാഷനാണ്. ഇങ്ങനെ ചെയ്യണതൊക്കെ എൻ്റെ പാഷനാണ്. മറ്റേ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യണതൊന്നും പാഷനല്ല. ഫോട്ടോഗ്രാഫി പാഷനല്ല, അതൊക്കെ പ്രൊഫഷനാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചില ആൾക്കാർക്ക് വേണ്ടി ചെയ്ത് അത് നമ്മുടെ പാഷൻ, അത് ഭയങ്കര രസമാണ്. ചേട്ടാ ഇപ്പോൾ പറയുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവരെ നേരിട്ട് കാണണമെന്നുണ്ടാ ചേച്ചി? അല്ല, അവരെ പോലുള്ളവരെയൊക്കെ കാണണം. കാരണം എനിക്ക് തോന്നുന്നു അവരെ പോലുള്ള ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ ഡാൻസ് പഠിച്ചവരുണ്ടാവും, പാട്ട് പാടുന്നവരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്ത് ഇറങ്ങാനുള്ള എന്താ വെച്ചാൽ അവരാരും വീട്ടുകാർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. മേ ബി അവർ ചിന്തിക്കുമായിരിക്കും മക്കളൊക്കെ വളർന്നിനി മക്കളെ കാര്യമൊക്കെ നോക്കി. പക്ഷെ ഞാൻ പറയണത് ഇങ്ങനെയൊക്കെ കഴിവുള്ളൂ. ഇപ്പോൾ എൻ്റെ അമ്മ ചായ അടിച്ചാണ് ഞങ്ങളെ വളർത്തിയത്. എൻ്റെ അമ്മ ഇടുമ്പോഴത്തെ ചായ ഞാൻ വേറെ ഒരിടത്തും ഞാൻ കുടിച്ചിട്ടില്ല. കാരണം അവർ ഈ 10-30 വർഷത്തെ ചായ അടിച്ചുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അവരുടെ. ഞാൻ വേറെ ഒരിടത്തും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഒരിക്കലും പക്ഷെ നമ്മൾ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വലിയ മീൻസ് നമുക്ക് പിന്നെ അവരെ ഒരു വലിയ ബ്രാൻഡായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നാളെയൊക്കെ രാജിയൊക്കെ ചിലപ്പോൾ ഇനി ഒരു 10 പിള്ളേരെയൊക്കെ സ്കൂളിൽ ഒരു ചെറിയ ട്യൂഷനൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഒരു 10 പിള്ളേരായി, കുറച്ച് കഴിയുമ്പോൾ അത് 20ആയി. ഒന്ന് അവർക്കൊരു വരുമാനമാവും, 2 മാനസികമായിട്ട് അവർക്കൊരു സന്തോഷം കിട്ടാതെ, 3 ഈ പറഞ്ഞ പോലെ മക്കളെ മുമ്പേ കൈനീട്ടുണ്ടല്ലോ. അതെ, ശരിയാണ്. ആരെ മുമ്പേ കൈനീട്ടുണ്ടല്ലോ. ഈ എപ്പോഴും എൻ്റെ മോളെ ഞാൻ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലോട്ട് ഇറക്കിയതെന്ന് വെച്ചാൽ അവൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ അവൾ ആരെയും മുമ്പേ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കരുത് പപ്പ എനിക്കൊരു 100 രൂപ വേണം അല്ലെങ്കിൽ ഫീസ്. അവൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് അവൾ പഠിച്ചോണം. വിദ്യാഭ്യാസം വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസം വേണം, അത് വേണം, മസ്റ്റായിട്ട് വേണം. പക്ഷേ അതുപോലെ തന്നെ നമുക്കൊരു സ്വന്തമായിട്ടൊരു തൊഴിൽ അത് മസ്റ്റാണ്. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പം കയ്യിൽ കാശില്ലെങ്കിൽ ആർക്കും ആരെയും ആവശ്യമില്ല. അപ്പോൾ ചേട്ടൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും നല്ലൊരു കലാകാരിയെ നമുക്ക് പുറലോകം അറിയിക്കണമെന്നുള്ളൊരാഗ്രഹം ഞങ്ങളുടെ ചാനലിലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ദിവസം പുള്ളിക്കാരിയെ ഞങ്ങളിവിടെ കൊണ്ടുവരും. പുള്ളിക്കാരിയുടെ കല എന്താണെന്ന് അല്ലെങ്കിൽ കഴിവ് എന്താണെന്ന് പുറലോകത്തെ അറിയിക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങൾ ഒരുക്കും എന്നൊരു ഉറപ്പ് ഞങ്ങൾ തരികയാണ്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റും? അല്ല, തീർച്ചയായിട്ടും അത് ഞാൻ തരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ ഈ വീട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ 4 ചുമരിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട ആൾക്കാരല്ല. ഈ പറഞ്ഞാൽ അവർ എത്രയോ പിള്ളേരെ പഠിപ്പിക്കേണ്ടവരുണ്ട്. കാരണം അവർ എനിക്ക് തോന്നുന്നു 4 വർഷത്തോ കലാതിലകോ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവ്. കാരണം പത്രക്കെട്ടുകൾ ക്ലിപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ വീട്ടിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആലോചിക്കുക, ഈ 4 വർഷം കലാതിലകമായിട്ട് നിന്ന ഒരാൾ വീട്ടിലങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ആൾ എത്രയോ പിള്ളേർ ഇനി പഠിപ്പിച്ചിറക്കാണ്ട്. അവർ ശരിക്കും എത്രയോ പിള്ളേർക്ക് ഇനി അവർ ക്ലാസ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ പഠിച്ചതൊക്കെ ഞാൻ എന്നിൽ തന്നെ അങ്ങ് കുഴിച്ചു മൂടി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് നാട്ടുകാർക്കൊന്നും ഉപയോഗമില്ലല്ലോ. ഞാൻ ആർക്കെങ്കിലും 5 പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എന്നിലുള്ള ഫോട്ടോഗ്രാഫർ ശരിക്കും ഫോട്ടോഗ്രാഫറാണത്. പ്രിയദർശൻ സാറ്, മോഹൻലാൽ സാറ്, ഇവരെ പോലെയുള്ള മഹാപ്രതിഭകളോടെയൊക്കെ ചേട്ടൻ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഇപ്പോൾ സാധാരണ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറിൽ നിന്ന് അവരുടെ കൂടെയൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ? ആദ്യം ഞാൻ ഇവരൊക്കെ അമ്പരപ്പോട് തന്നെയാണ് നോക്കിയുണ്ട്, എല്ലാവരെ പോലെയും അമ്പരപ്പോട് തന്നെ. പക്ഷെ നമ്മളിങ്ങനെ ചെയ്ത് തന്നപ്പോൾ പിന്നെ നമ്മളിലൊരാളായി അവർ മാറി. പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി. അപ്പോൾ ഇനി ഈ ഫിലിം ഫീൽഡിലേക്ക് ചേട്ടൻ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടോ? അതായത് ഈ സംവിധാനം, ഛായാഗ്രഹണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങണം എന്നൊരാഗ്രഹമുണ്ടോ? എനിക്ക് ആക്ച്വലി ഫോട്ടോഗ്രാഫി തന്നെയാണ് താല്പര്യം. അത് തന്നെയാണ് താല്പര്യം. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒത്തിരി ആൾക്കാർ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർക്ക് ഫോട്ടോഗ്രാഫർ ആവണം, സ്വന്തമായിട്ട് ക്യാമറ വേണമെന്നൊക്കെ ആഗ്രഹമൊക്കെ കൊണ്ട്. അപ്പം ഫോട്ടോഗ്രാഫി ഫീൽഡിലായാലും അല്ലെങ്കിൽ ഇതിപ്പോൾ മോഡലിങ്ങിലായാലും അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലായാൽ തന്നെ പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാരോട് അവിടെ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒത്തിരി നാൾ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ സ്വയം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചേട്ടൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് കുറച്ച് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയുമോ? ഒന്നാമത്തെ കാര്യം, ഈ ഫോട്ടോഗ്രാഫിയിലേക്കാണെന്നുണ്ടെങ്കിൽ വെപ്രാളം കാണിക്കാതിരിക്കുക. അതായത് ഇന്ന് നമ്മളൊരു വർക്കിന് വന്നിട്ട് നാളെ രാവിലെ ഫോട്ടോഗ്രാഫറായി എന്ന് നമ്മളെ മനസ്സിൽ തോന്നാതിരിക്കുക. കുറച്ച് സമയം കൊടുക്കണം നമ്മൾ. കാരണം നമ്മൾ ഒരു 4-5 കല്യാണമൊക്കെ ചെയ്ത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. പിന്നെ ഒരു 1-2 വർക്കിന് വന്നിട്ട് നാളെ രാവിലെ ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങണവരുണ്ട്. എനിക്ക് അവരുടെയൊക്കെ സന്തോഷമോ അഭിമാനമൊക്കെ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് ആദ്യം നമ്മൾ നിന്നിട്ട് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ വീണു. അതുകൊണ്ടാണ് പല ആൾക്കാരും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവരെ പിന്നെ ഫീൽഡിലേക്ക് കാണില്ല.
ഈ നന്ദി എന്നൊരു പറയുന്ന ഒരു കാര്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നന്ദി എന്ന കാര്യം. അത് മസ്റ്റായിട്ട് വേണം. ഞാനത് എൻ്റെ ലൈഫിൽ ഞാൻ പലരിടത്തും അത് കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ പിന്നെ മനസ്സിലാവും. കാരണം ഒരു ഏജിലൊന്നും നമുക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കും എൻ്റെ കുറച്ച് മുമ്പൊക്കെ എനിക്കും മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെയൊക്കെ ആശാന്മാർ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സാധനം നമുക്ക് പിന്നെ മനസ്സിലാവും. നമുക്ക് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ പിന്നീട് നമുക്കത് മനസ്സിലാവും. അത് അങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടെ സമാധാന പ്രിയനായിട്ട് നിൽക്കേണ്ടി വരും. അതെ, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പോൾ ഉള്ളതിൽ നമ്മൾ നന്ദിയുള്ളവനായാലേ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ അടുത്തേക്ക് എത്തുള്ളൂ എന്ന് അല്ല, അമ്മയൊക്കെ പറയും ഈ താണ നിലത്തിലെ വെള്ളം ഊറുമെന്ന് പറയും. അത് സത്യമാണ്. നമ്മൾ എത്രത്തോളം നമ്മളിങ്ങനെ നമ്മളെ ഡൗണിലോട്ട് വിടും, അത്രത്തോളം നമ്മൾ കയറി വരും. അതായത് നമുക്ക് ഭയങ്കര അറിയാം, നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും ബിഗ് സീറോ. കാരണം നമുക്ക് ഭയങ്കര സംഭവമാണെന്ന് ചിന്തിക്കുമ്പോൾ അതിനപ്പുറം ഒരു സാധനം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊന്നുമല്ല ഇത്. അപ്പം നമുക്ക് പുതിയത് ചെയ്യാൻ തോന്നും, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. പക്ഷെ ഇത് ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയവരൊക്കെ വീഴും. അത് റിയലായിട്ട് ഉള്ള സംഭവം. അങ്ങനെ ഒരു ഓക്കെ. അപ്പോൾ ഇത്രയും നേരം ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി. ഒത്തിരി സന്തോഷം. ഒത്തിരി തിരക്കുള്ള സമയമാണെന്ന് നന്നായിട്ട് അറിയാം. ചിങ്ങമാസമാണ്. ഒന്നുമില്ല, ഉറങ്ങിയില്ല. അതുകൊണ്ടാണ് ഒരു ക്ഷീണം മുഖത്ത്, സൗണ്ടിലും ഒക്കെ. 2 ദിവസമായി ഉറങ്ങിയിട്ട്. കാരണം വെച്ചാൽ ഓട്ടോ ആയിരുന്നു. ഇപ്പം ഈ ഗുരുവായൂർക്ക് ഇപ്പം ഇഷ്ടംപോലെ കല്യാണങ്ങളുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഗുരുവായൂർ, അവിടെ തിരിച്ച് പിറ്റേന്ന് ഇവിടെ വേറെ കല്യാണം ഉണ്ടാവും, പിന്നെ ഇവരുടെ തന്നെ റിസപ്ഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ ഉറക്കത്തിൻ്റെ ഒരു നൈസ് പരിപാടി. ഷെഡ്യൂൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള പ്രശ്നമാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല ചേട്ടാ. എന്തായാലും ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ. അല്ല, നല്ലതാണ്. നമുക്ക് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണത്. കാരണം എന്നാലേ ആർക്കെങ്കിലുമൊക്കെ കേൾക്കണം. ഇതിപ്പം നെഗറ്റീവ് പറയണവരുണ്ടാവും, പോസിറ്റീവ്. നമ്മൾ അങ്ങനെ നോക്കണ്ട. നമ്മൾ പറയണത് ശരിയാണെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നി, അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നിയാൽ അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കും ഉണ്ടേ. കാരണം അവനും സുക്കർബർഗിൻ്റെ ആളാണ്. അപ്പോൾ എല്ലാവർക്കും ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും അത് വേണം. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില കൊച്ചു പിള്ളേർ പറയണ നല്ല കാര്യങ്ങളുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. കാരണം ചിലപ്പോൾ എൻ്റെ മോള് ചില കാര്യങ്ങൾ പറയും, അപ്പോൾ അതങ്ങനെയല്ല, അപ്പോൾ അതിങ്ങനെ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ചേട്ടാ ഇവളെന്ത് മണ്ടത്തിലാണ്. പക്ഷെ അല്ല, അവൾ പറഞ്ഞാൽ അവളുടെ പ്രായത്തിൻ്റെ അവളുടെ ട്രെൻഡിലുള്ള കാര്യമായിരിക്കും അവൾ പറയണത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ ട്രെൻഡിനൊപ്പം എന്നൊക്കെ പറയില്ല, അതങ്ങനെ വേണം. ചേട്ടൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ. അല്ല, അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫറിന് നിന്നിട്ട് ഈ പറഞ്ഞ ഈ സൈഡ് ചെയ്യാം, അതൊന്നുമല്ല. നമ്മൾ മുൻവിധികളില്ലാതെ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്താൽ മതി. മുൻവിധികൾ വേണ്ട, നമുക്കായിട്ടൊരു മുൻവിധി വേണ്ട, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയിൽ. ഓക്കെ. അപ്പോൾ ഒത്തിരി സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ, ഉറപ്പായിട്ട്.